തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ പൊതിച്ചോറ് വിതരണം ചെയ്യാനെത്തിയിരിക്കുന്നു സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തക കൂടിയായ അമൃത KT ആണ് പ്രചാരണം മാറ്റിവെച്ചുകൊണ്ട് പൊതിച്ചോറ് വിതരണത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയത്. അതായത് താനൊരു ജനപ്രതിനിധിയാകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും തനിക്ക് നിയോഗിക്കപ്പെട്ട ചില കർമ്മങ്ങളുണ്ട്. അത് ആ സമയത്ത് തന്നെ കൃത്യമായി തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും പൊതിച്ചോറ് വിതരണം അത് മാറ്റിവെച്ചില്ല എന്നുള്ളത്. എന്തായാലും ആ മാതൃകാപരമായിട്ടുള്ള കഥ കാണാം. ചേളന്നൂർ പള്ളിപ്പൊയിൽ 7-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയായ അമൃത KT പ്രചാരണം മാറ്റിവെച്ചെത്തിയതാണ് പൊതിച്ചോറ് വിതരണത്തിനായി. പൊരുവേലത്ത് ഭക്ഷണത്തിനായി കാത്തുനിൽക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് ആശ്വാസത്തിന്റെ കരങ്ങളുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തുമ്പോൾ മുൻനിരയിൽ തന്നെയുണ്ട് അമൃത. ഡിവൈഎഫ്ഐ ചേളന്നൂർ സൗത്ത് മേഖലാ കമ്മിറ്റിക്കായിരുന്നു പൊതിച്ചോറ് വിതരണത്തിനായുള്ള ചുമതല. അതിന് ഒപ്പം ചേരുകയായിരുന്നു സ്ഥാനാർത്ഥി. തിരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ സഹായം വേണ്ട മനുഷ്യരെ ചേർത്ത് വെച്ച് ഒരു ദിനം. പൊതിച്ചോറ് വിതരണത്തിനായി ആദ്യമായല്ല അമൃത കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. സ്ഥാനാർത്ഥിയായതുകൊണ്ട് മാത്രം അത് മാറ്റിവെച്ചുമില്ല. ഞാനൊന്നും ആദ്യമായിട്ടല്ല ഇവിടെ വരുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ നിരവധി ആളുകൾ നമുക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. നമ്മൾ ഇപ്പം ഞങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു സന്തോഷം ഞങ്ങൾ ഈ ഭക്ഷണപ്പൊതി വാങ്ങുന്ന വീട്ടിലുള്ള ആളുകൾക്കാണ്. കാരണം അവർ ഒത്തിരി തിരക്കുകൾക്കിടയിലും ഈ ഒരു ഭക്ഷണപ്പൊതി തരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രയത്നവും ഒക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു പരിപാടി ഇത്ര വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നത്. സ്നേഹത്തിന്റെ പൊതിയുമായി കടന്നു നീങ്ങുന്ന മനുഷ്യരുടെ വാക്കിലുണ്ട് ഹൃദയപൂർവ്വം പദ്ധതിയുടെ മഹത്വം. അമൃതയ്ക്കും അത് തുണയാകും എന്ന് പറയുന്നു അവർ. വളരെ നന്ദിയാണ് ഇത് കൊടുക്കുന്ന പാവപ്പെട്ടവർക്ക് കിട്ടുന്ന അത്രയും വലിയ ഇതിനായിട്ട് ഓരോരുത്തരും കാത്തു നിൽക്കുന്നില്ലേ, അത് വലിയ ഉപകാരമല്ലേ. 2 ആഴ്ച ഇവിടെ കിടക്കുന്നത് വലിയ ഉപകാരം വെച്ചാൽ ഞങ്ങളൊരു ദിവസം 5 ആളുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് 1000 രൂപ പുറത്താവലുണ്ട്. നല്ല ഉപകാരമായിരുന്നു. നമ്മളെ വീട്ടിലും ഇങ്ങനെ വന്നെങ്കിൽ ഞങ്ങളും ഇങ്ങനെ കൊടുക്കാൻ തയ്യാറാണ്. ചേളന്നൂരിലെ മറ്റു 3 സ്ഥാനാർത്ഥികളും അമൃതയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. B.Ed പഠനം പൂർത്തിയാവാൻ ദിവസങ്ങൾ അവശേഷിക്കുന്നു. നന്മ നിറഞ്ഞ ജനസേവനത്തിന്റെ മുഖവുമായി അമൃതയുണ്ടാകും എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാകുന്നു ഇത്. ക്യാമറാമാൻ ഹബീബ് കൊടുമുണ്ടയ്ക്കൊപ്പം മേഘ മാധവൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.